പ്രായമാകുന്നതിനൊക്കെ മുൻപ് തന്നെ ഇപ്പം എല്ലാവർക്കും തന്നെ തലമുടി നരച്ച് തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പം തലമുടി നരച്ച് തുടങ്ങിയിരിക്കുന്ന ആളുകൾ ഇതുപോലെ ആഴ്ചയിലോ മാസത്തിലോ ഒന്നോ രണ്ടോ തവണയൊക്കെ ഇതുപോലെ ഒന്ന് നിങ്ങൾ കഞ്ഞിവെള്ളത്തിൽ ഈ നെല്ലിക്കയുടെ പൗഡർ ഇതുപോലെ ഒന്ന് തലയിൽ തേച്ച് നോക്കുക കേട്ടോ. മുടി കൊഴിച്ചിലും മാറും, നല്ല ഉറക്കവും കിട്ടും. ഈ മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നരച്ച് പോകുന്നുണ്ടെങ്കിൽ കൂടുതൽ നരയ്ക്കാതിരിക്കും. ഇത് ഹെയർ ഡൈ അല്ല, അത് ഹെയർ ഡൈക്ക് പകരമായിട്ട് നമുക്ക് തലമുടി നരയ്ക്കാതിരിക്കാൻ, കൂടുതൽ നരയ്ക്കാതിരിക്കാനായിട്ട് ഉള്ളൊരു ടിപ്പാണ് ഇത്. അപ്പം നമുക്ക് എടുക്കേണ്ടത് നെല്ലിക്കയുടെ പൗഡർ 1 സ്പൂണാണ് കേട്ടോ. എല്ലാ അങ്ങാടി ഷോപ്പുകളിലും ഇതിൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പം അതൊരു സ്പൂൺ എടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ചെറിയൊരു പീസ് ബീട്രൂട്ടിൻ്റെ ഒരു കഷ്ണമാണ് ഇട്ട് കൊടുക്കേണ്ടത്. മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് ബീട്രൂട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ടിൻ്റെ കഷ്ണം ഇട്ടിട്ട് ഇതിലേക്ക് ഇന്നത്തെ കഞ്ഞിവെള്ളം, തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ, ഇന്നത്തെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ആ കഞ്ഞിവെള്ളം എടുത്ത് ഒരു ഗ്ലാസ് എടുത്ത് ഒഴിക്കണം. പിന്നെ നീർക്കെട്ട് കയറാതിരിക്കാനായിട്ട് നമുക്കൊരു കുറച്ച് പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കാം. മുടി കറക്കാനായിട്ട് നല്ലതാണ്, മുടി വളരാനൊക്കെ ആയിട്ട് പനിക്കൂർക്ക നല്ലതാണ് കേട്ടോ. തലയിൽ ഇങ്ങനെ ചൊറിച്ചിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ കുതിർത്ത് വെച്ചേക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കാരണം തലമുടിക്ക് നല്ല തണുപ്പ്, ഇപ്പം നല്ല ചൂട് കാലമല്ല. അപ്പം നിങ്ങൾക്ക് ഈ തലേന്ന് നിങ്ങൾക്ക് ഒരു അര സ്പൂണോളോ അല്ലെങ്കിൽ 1 സ്പൂണോളോ ഉലുവ ഇത്തിരി വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടത്തിലേക്ക് ഇട്ടൊന്ന് അടിച്ചു കൊടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഉലുവയും നമ്മൾ നേരത്തെ ബീട്രൂട്ട് ഇട്ട് അടിച്ചില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടത്തിൽ ഉലുവയെ കൂടി ഇട്ടിട്ട് അടിക്കാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും കൂടി കുറച്ചും കൂടെ ഇതിൻ്റെ തന്നെ നീര് തന്നെ കുറച്ചും കൂടെ എടുത്തങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്നും കൂടെ അങ്ങോട്ട് കറക്കി എടുത്ത് ഒന്നും കൂടി അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉലുവ നമുക്ക് തലയിൽ താരം മാറാനും നല്ലതാണ്, മുടി കൊഴിച്ചിലും മാറാനൊക്കെ ആയിട്ട്, മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പം ഇത് രണ്ടും ഒന്നും കൂടി ഞാനൊന്ന് അരിച്ചെടുത്തത് ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി വേണം കേട്ടോ. അപ്പം ഈ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലേക്കാണ് നമ്മൾ ഇതിങ്ങനെ കൊട്ടി ഒഴിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിലേക്കാണ് എപ്പോഴും ഇത് എടുത്ത് ഒഴിച്ചേക്കുന്നത് കേട്ടോ. ഇനി ഇരുമ്പിൻ്റെ ചട്ടി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ഗ്ലാസിൻ്റെ ബൗളോ സ്റ്റീലിൻ്റെ ബൗളോ എന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ചാൽ മതി. അതിലേക്ക് 1-2 ആണി ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഈ ഇരുമ്പിൻ്റെ ആണിയില്ല, അത് ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് കലക്കി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ 1 സ്പൂണോളം നെല്ലിക്കയുടെ പൗഡർ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇന്നെടുക്കരുത്, നാളത്തേക്കാട്ടോ ഈ വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൽ തന്നെ കിടന്ന് ഉലുവയുടെ സത്തും നമ്മുടെ നെല്ലിക്കയുടെ ഒരു ഇതും ബീട്രൂട്ടിൻ്റെ ഒരു ഇതും കൂടി എല്ലാം കൂടെ സെറ്റായി വന്നു കഴിഞ്ഞപ്പം ഈ ഒരു വെള്ളം ശരിക്കും ഒരു ബ്ലാക്ക് കളറിലുള്ള എൻ്റെ ഒരു വെള്ളത്തിലേക്ക് മാറും, ഒരു ഡൈയുടെയൊക്കെ ഒരു പരുവത്തിലേക്ക് വരും. എന്നാൽ ഇത് ഡൈ അല്ല, നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് ആയിട്ട് വളരാനായിട്ട് നല്ലതാണ്. കൂടുതലും മുടി നരയ്ക്കാതിരിക്കാനായിട്ട് ഇതിങ്ങനെ തലയിൽ തേച്ച് കഴുകുന്നത് നല്ലതാണ്. ആഴ്ചയിൽ വേണമെങ്കിൽ 1 ദിവസം തേച്ച് കഴുകാം, അതല്ലെങ്കിൽ മാസത്തിൽ 1-2 തവണ നിങ്ങൾക്ക് സമയം കിട്ടുന്ന എപ്പോഴാണോ ആ ഒരു ടൈമിൽ ഇങ്ങനെ തേച്ച് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഷാമ്പു വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ തല കഴുകി കളയാട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, തലമുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടും, മുടി കൊഴിച്ചിലും മാറും, മുടി വളരാൻ നല്ലതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ കുഞ്ഞു ടിപ്സും വീഡിയോസിൻ്റെ പേജ് ഫോളോ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു വരപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാം കേട്ടോ. ബൈ.